വിഡ്ഢിത്തത്തിന് നിൽക്കരുതെന്ന് ട്രംപിനോട് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന അഭ്യൂഹം ശക്തിപ്പെടുന്നു. ആക്രമണത്തെ ചെറുക്കാൻ ഇറാനും ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ യുദ്ധക്കപ്പലുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ക്രൂയിസ് മിസൈൽ ഗദാർ 380 പരീക്ഷിച്ചു കഴിഞ്ഞു. 1000 കിലോമീറ്ററാണ് ഈ മിസൈലിൻ്റെ ദൂരപരിധി. അമേരിക്കൻ ഇസ്രയേലി കപ്പലുകളെ കടലിൽ മുക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. വെറും 5 മിനിറ്റ് കൊണ്ട് ഈ മിസൈൽ പ്രയോഗിക്കാൻ ഒരാളുടെ മാത്രമേ ആവശ്യമുള്ളൂ. അതേസമയം നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി പ്രദർശിപ്പിച്ച് ഇറാൻ. ഫെബ്രുവരി 1 ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയത്. ഇറാൻ സ്റ്റേറ്റ് ടിവിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയതായി ടൈംസ് ഓഫ് ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഇറാനിൽ നിന്നും ഒമാൻ കടലിലേക്കാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് നേവൽ കമാൻഡർ ടൻസീരി ആണ് മിസൈൽ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ പ്രദർശിപ്പിച്ചത്. ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി നിർമ്മിച്ചിരിക്കുന്നത് തെക്ക് ഭാഗത്തു നിന്നും കടൽ മാർഗമുള്ള ഭീഷണികൾ ചെറുക്കാനാണ്. ഇവിടെ 100 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. മിസൈലുകൾ ഭൂമിക്കടിയിൽ നിന്നാവാം പരീക്ഷണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങൾക്കെതിരെ അതിക്രമത്തിന് മുതിർന്നാൽ ശത്രുക്കളും അവരെ സഹായിക്കുന്നവർക്കും നാശമുണ്ടാകുമെന്ന് IRGC പറഞ്ഞു. തങ്ങൾ ശത്രുവിൻ്റെ ഏതാക്രമണത്തെയും എവിടെ വെച്ചുണ്ടാകുന്ന ആക്രമണത്തെയും ചെറുക്കാൻ തയ്യാറാണെന്ന് ടൻസീരി പറഞ്ഞു. ഗൾഫിലും ഒമാൻ കടലിലുമുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ. കഴിഞ്ഞ ദിവസം അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഓൾ ഔട്ട് വാർ ആയിരിക്കും ഫലമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അമേരിക്ക ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്ക ചെയ്യുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അർഗാച്ചി പറഞ്ഞു.